പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശുക്രിസ്തുവുമായിട്ടുള്ള ആ മഹാ കൂട്ടായ്മയിലേക്ക്, ത്രിത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ഇതിനാണ് ബൈബിള് ഐശ്വര്യം എന്ന് പറയും. ഈ ഐശ്വര്യത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ. ഇതിന് വേറൊരു ഐശ്വര്യം ലോകം പറയുന്നുണ്ട്, സമ്പത്തിൻ്റെ ഐശ്വര്യം. ഓക്കെ, അപ്പം ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സമ്പത്തിനെ കുറിച്ചുള്ള കാര്യം, അല്ലേ? സമ്പത്തെന്തിനാണ് കർത്താവ് തരുന്നത്? വചനം വളരെ 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 കൃത്യമായിട്ട് പറയാം. ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. സ്ട്രേറ്റ് അവേ വി വിൽ കം ടു ദ പേർപ്പസ് ഓഫ് മണി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കോർപ്പറേറ്റ് വേൾഡിനെ കുറിച്ച് പറയാണ്. ഈജിപ്റ്റ് ഈസ് ഈക്വൽ ടു ദ കോർപ്പറേറ്റ് വേൾഡ് ടുഡേ. ഓക്കെ, യാതൊരു സംശയമില്ല, യാതൊരു വ്യത്യാസവും ഇല്ല. ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അപ്പം അതുകൊണ്ട് അന്ന് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകങ്ങൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഫറവോ പറയാണ്, ഇവരെ എണ്ണം കൂടുകയാണല്ലോ, ഇവരിങ്ങനെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സൂതി കർമ്മിണികളെ നിയോഗിച്ച് ഇസ്രായേൽ മക്കൾ കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ തന്നെ അവരെ കൊന്നുകളെ, ആൺകുട്ടികളെല്ലാം കൊന്നുകളയാൻ പറയണം എന്ന് പറഞ്ഞതുപോലെ ഇന്നും കോർപ്പറേറ്റ് വേൾഡ് സേസ് യു കം ഹിയർ ടു മേക്ക് മണി, നോ മാരേജ്, നോ ചിൽഡ്രൻ. ഓക്കെ, ഇനി അത്യാവശ്യം വേണമെങ്കിൽ ഒരു നിങ്ങളുടെ അണ്ടവും ബീജവും ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ഫ്രീസറിൽ എടുത്ത് വെച്ചോ. ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഒരു കുട്ടി വേണമെങ്കിൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രീസറിലെടുത്ത് നമുക്ക് അതൊന്ന് കുട്ടി യോജിപ്പിച്ചൊരു വേണമെങ്കിൽ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എന്തിനുള്ളതാണ്? നിങ്ങൾ വർക്ക് ചെയ്യുക, പണം ഉണ്ടാക്കുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അപ്പം ഇങ്ങനൊരു വേൾഡിലാണെന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ ധ്യാനം കൂടി നടക്കുന്നത്. ഫൂൾ, ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ ഇറച്ചി മീനും വിറ്റ് ഉപവസിച്ച് ധ്യാനമന്ദിരങ്ങളിൽ പ്രാർത്ഥിക്കാമെന്ന്. ഇഡിയറ്റ്സ് ആൻഡ് ഫൂൾസ് എന്നാണ് ഇവരെക്കുറിച്ച് വചനം പറയുക. ഓക്കെ, ഈ ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗം പറയുന്നത് യു ആർ എ ഫൂൾ, ഭോഷന്മാരാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മളിങ്ങനെ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇത്തിരി വേദനയുണ്ട്, പറയാൻ പറ്റത്തില്ല. ദിസ് ഈസ് ദ വേർഡ് ഫ്രം ഹെവൻ ആൻഡ് ഐ എം കോൾഡ് ടു പ്രീച്ച് ദിസ് ട്രൂത്ത് ടു ദ വേൾഡ്. അത് നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. നമ്മുടെയൊക്കെ പ്രസ്ഥാനങ്ങളുടെ സംവിധാനം, നമ്മളെല്ലാം ഈ കോർപ്പറേറ്റ് വേൾഡിൻ്റെ സിസ്റ്റം അനുസരിച്ചാണ് എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് പറയുകയാണ് നമ്മൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നമ്മൾ കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്ത് കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആൾക്കാർക്ക് എന്ത് സാലറി ഉണ്ട്? യു ജസ്റ്റ് ആസ്ക്. യാക്കോബ് ശ്രീയുടെ വാക്ക് വളരെ ശക്തമായിട്ട് പറയുകയാണ്. യാക്കോബ് ശ്രീയുടെ ലേഖനം 5-ാമത്തെ അധ്യായം ധനവാന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ദിസ് ഇസ് ദ വേർഡ് ടു ഓൾ ദ കോർപ്പറേറ്റ് വേൾഡ്സ്. ഓക്കെ, എല്ലാ കോർപ്പറേറ്റ് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ കോർപ്പറേറ്റ് വേൾഡിനനുസരിച്ച് തന്നെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നമ്മളെ പ്രയോറിറ്റീസ് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ആലയങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മൾ ഈ സ്റ്റൈലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആർക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്? 99.5% മാർക്കുള്ളവനാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. നീ ക്രിസ്ത്യാനിയാണോ, നീ വിശ്വാസിയാണോ, നീ ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണോ, നീ സുവിശേഷ വേല ചെയ്യുന്നതിൻ്റെ ഒരു മകനാണോ? നോ, ഇതൊന്നും അതിന് പ്രസക്തമല്ല. നിനക്ക് മാർക്കുണ്ട്. ഇനി മാർക്കില്ലെങ്കിൽ നീ എന്ത് സമ്പത്ത് തന്നാൽ നിനക്ക് സീറ്റ് കിട്ടും. ഈ പ്രസ്ഥാനം കൊണ്ടൊക്കെ നിനക്ക് സംവിധാനങ്ങളൊക്കെ തീരാനുള്ള സമയങ്ങളായിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖലകളിൽ ചില ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ മാത്രം ആ സാലറി കൊടുക്കുന്നു. ബാക്കി എല്ലായിടത്തും നമ്മൾ ഈ ഭരണതല ഫറവോയുടെ സംവിധാനമാണ്. ഈജിപ്തിൽ അടിമ വേല ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിനെ പീഡിപ്പിച്ചിരുന്ന അതേ സ്പിരിറ്റാണ് നമ്മളെല്ലാം കോർപ്പറേറ്റ് വേൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കുള്ള വചനമാണിത്. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുവരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. വചനം വളരെ വളരെ കട്ടിയാണ്. ഈ വചനമൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല.
ഈ വചനം ആരും പ്രസംഗിക്കാനും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത് സ്പീക്കിംഗ് അബൌട്ട് ക്രിസ്ത്യൻ ബിസിനസ് പീപ്പിൾ. നിങ്ങളുടെയൊക്കെ താഴെ ജോലി ചെയ്ത് നിങ്ങളുടെ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, നമ്മുടെയൊക്കെ ആതുരാലയങ്ങളിൽ, നമ്മുടെയൊക്കെ ആതുര ശുശ്രൂഷ ആലയങ്ങളിൽ ആരെങ്കിലും പണിയെടുക്കാൻ വരുമോ? അല്ലേ? നമ്മുടെയൊക്കെ ഹോസ്പിറ്റൽസ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പിള്ളേരെല്ലാം ഇവിടുന്ന് നാട് വിട്ടു പോകുന്നത്? എന്താണ്? Why don't you provide enough money to the workers? നമ്മളെ പിള്ളേരെല്ലാം അന്യരാജ്യങ്ങളിൽ പോവാണ്. നഴ്സുമാരും ഡോക്ടർമാരും ഇതുമായിട്ട് പഠിക്കുന്ന ആൾക്കാർ എന്തിനാ പോകണ്ട? എന്തുകൊണ്ട് അവർക്ക് ഇവിടെ കൊടുക്കാൻ സംവിധാനമില്ല? പ്രോഫിറ്റ് ഇല്ലേ? യെസ്, there is enough profit. നമ്മളിങ്ങനെ അടുത്ത ബിൽഡിംഗ്, അടുത്ത പറമ്പ്, അടുത്ത സംവിധാനം വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളതാണ് പറഞ്ഞത്, നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. ജഡ്ജ്മെന്റ് ഡേയ്സ് ആർ കമ്മിങ് നിയർ. ഈ വചനങ്ങൾ വെച്ച് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് സംഭവിക്കാൻ ദുരിതങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കും. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു തുടങ്ങിയിരിക്കും. സമ്പത്തൊക്കെ ക്ഷയിച്ച് നമ്മുടെ സംവിധാനങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുക നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ കെട്ടി ഇതൊക്കെ ഒരു ദിവസത്തിൽ വന്ന് ടക്കെന്ന് പറഞ്ഞ് വളച്ചെടുക്കും, ഇഴയ്ക്കും, പിടിച്ച് പുറത്തേക്കാക്കും. അത് സംഭവിക്കണം, അത് നടക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഈ സുവിശേഷം പറയാൻ ആരുണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് ഈ സമ്പത്തൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രസ്ഥാനങ്ങളിലെ ആൾക്കാരുടെ കൂലിയൊക്കെ ഒന്ന് അനൗൺസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ ക്രിസ്ത്യാനി നിങ്ങൾക്ക്? യെസ്, കം ടു മൈ ഓർഗനൈസേഷൻ, ഐ വിൽ പേ യു ദ ഡബിൾ വാട്ട് ഈസ് ദെയർ ഇൻ ദിസ് അതർ ഓർഗനൈസേഷൻ. എന്തിനാണ് ഈ പ്രസ്ഥാനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്? നിന്റെ കുടുംബത്തിലെ നിന്റെ മക്കളുടെയും സമൃദ്ധിക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഐ മേക്ക് മണി ആൻഡ് ഐ ഷെയർ ദിസ് മണി വിത്ത് യു. ഇതാണ് ക്രിസ്തീയ സംവിധാനം എന്ന് പറയണം. അപ്പം ഈ സംവിധാനത്തിലേക്ക് നമ്മൾ വളരണം. ഇതാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചത്, തൻ്റെ സമ്പത്തിൽ തന്നെ ഭാഗഭാഗിത്തമാക്കാൻ. 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവിൻ്റെ കൃപ നമുക്കറിയാമല്ലോ. എന്താണ് അവൻ്റെ കൃപ? അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ പ്രതി ദരിദ്രനായി. എന്തിനാണ്? Why your God became a poor man in the manger. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാലിത്തൊഴുത്തിൽ ദരിദ്രനായി പിറന്നു. കാൽവരി മലയിലെ കുരിശിൽ പരിപൂർണ്ണ ദാരിദ്ര്യത്തെ പുൽക്കൊള്ളുകയാണ്. ഭക്ഷണമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ലാതെ ഈ ലോകത്തിൻ്റെ ദൈവം അവൻ ദരിദ്രനായി തീർന്നു. എന്തിനാണ്? തൻ്റെ ദൈവിക ജീവനിൽ ഭാഗഭാഗിത്വം തരാൻ, നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി. ഈ സമ്പന്നരാക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളൊക്കെ ഈ ലോകത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ബിസിനസ്സും സംവിധാനം തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൂടെയുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സമ്പന്നരാകണം. ഇങ്ങനെ സമ്പന്നരാക്കുന്നതിന് പകരം നമ്മൾ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമ്പത്തുണ്ടായിക്കൊണ്ടിരിക്കുക. ഈ സമ്പത്തുണ്ടാക്കുന്ന നിന്റെ ആത്മാവ് സ്വർഗത്തിൽ പോവില്ല. അത് സുവിശേഷം പ്രസംഗിക്കുന്നവരായാലും, അത് ധ്യാന മന്ദിരങ്ങളായാലും, ഏത് സംവിധാനങ്ങളായാലും ഈ കൾച്ചറിൽ നിന്ന് മാറണം. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് കൾച്ചർ. വി ആർ സെർവിങ് ദ ഓൾഡ് ഫാറോ, പഴയ നിയമത്തിലെ ഫറവോയെ, മാമോനെ സേവിക്കുന്ന ക്രിസ്തീയ സംവിധാനം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ സുവിശേഷം പറഞ്ഞിട്ടിലും ഒരു ഈച്ച പോലും ഈ സുവിശേഷം വിശ്വസിച്ചിട്ട് മാനസാന്തരപ്പെടുന്നില്ല. കാരണം സുവിശേഷവും നിങ്ങളുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ലോകത്തിലെ മക്കളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത്? കർത്താവ് ഈശോ മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 5-ാമത്തെ അധ്യായം, നിങ്ങളുടെ നീതി, പരിസേരുടെ നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് യോഗ്യരല്ല. നമ്മുടെ നീതി എന്ന് പറയുന്നത് എന്താ? നമ്മൾ മറ്റുള്ളവരായിട്ട് നടത്തുന്ന വ്യാപാര ബന്ധങ്ങൾ. ഈ നമ്മുടെ വ്യാപാര ബന്ധമൊക്കെ എന്തിന്റെ ബേസിസിലാണ്? ഈ ലോകത്തിന്റെ മാനദണ്ഡം തന്നെയാണ് ക്രിസ്ത്യാനിയുടെ മാനദണ്ഡം അല്ല. We have a different measurement. വാരി കോരി കൊടുക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. തൻ്റെ പ്രിയ മകൻ തിരിച്ചു വരുമ്പോൾ അവന് കൊടുക്കുന്ന കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ നൽകി ആ ഭവനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു അപ്പൻ്റെ മക്കളാണെങ്കിൽ, നിന്റെ തൊഴിലാളികൾക്ക്, നിന്റെ സംവിധാനത്തിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ലാവിഷായിട്ട് കൊടുക്കാൻ സാധിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ, പരിശുദ്ധനായിരിക്കുന്നത് പോലെ, കരുണയുള്ളവനായിരിക്കുന്നത് പോലെ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരനായിരിക്കുന്നത് പോലെ നിങ്ങളും ഉദാരമതികളാകണം. ഇതിനാണ് ദൈവം നമുക്ക് സമ്പത്തും പ്രസ്ഥാനങ്ങളും തന്നിരിക്കുന്നത്.
അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന മക്കൾ, നീ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? തൊഴിൽ ചെയ്യുന്നുണ്ടോ? ബിസിനസ് ചെയ്യുന്നുണ്ടോ? വ്യാപാരം ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നീ ഇന്ന് താഴത്തോട്ട് പോകുന്നത്? നീ കൊടുക്കുന്നില്ല. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവർ ഉപയോഗിച്ച് നടക്കുന്നത് യേശുക്രിസ്തു ഉണ്ടാവില്ല. യേശുക്രിസ്തുവിന്റെ പേര് നമുക്കിടാം. ഈ പേര് മാത്രമേ ഇന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. വീണ്ടും പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാൻ നീ ഉത്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കുകയും വേണം. ഇതിനാണ് കർത്താവ് നമുക്ക് സമ്പത്ത് തരുന്നത്. എന്തിനാണ്? നിന്റെ സ്വർഗസ്ഥനായ പിതാവ് ഔദാര്യമുള്ളവനായിരിക്കുന്നത് പോലെ, അവൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് പോലെ, അവനെ പോലെ നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് സമ്പത്ത് തരുന്നത്. പൗലോസ് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കണം. 1 തിമോത്തി 6:10 എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പോകാനും നമ്മളെ ആത്മാവിന് ക്ഷതമേൽപ്പിക്കാനും പല പാപങ്ങളിലും പല അനീതികളിലും നമ്മൾ ജീവിക്കാനും കാരണമായ ഈ സമ്പത്തിനുള്ള ആസക്തിയാണ്. എന്നിട്ട് താഴത്തോട് വരുമ്പോൾ പൗലോസ്ലീഹ പറയാണ്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാൻ നീ ഉത്ബോധിപ്പിക്കുക. സമ്പത്ത് നമുക്ക് ദൈവം തരും, എല്ലാം തമ്പുരാൻ തരും, എല്ലാം തമ്പുരാൻ്റെ അടിമത്തിലുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, അമേരിക്ക എല്ലാം കത്തുകയാണ്. ലോസ് ഏഞ്ചൽസ് ഈസ് ഓൺ ഫയർ. ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രൗഢഗംഭീരമായ ഹോളിവുഡ് ഈസ് ഇൻ ഫയർ. ഇതൊക്കെ വരാൻ പോകുന്ന അഗ്നിയുടെ ഒരു ചെറിയ ഒരു പതിപ്പാണ് അല്ലേ? ഇതെല്ലാം എല്ലാ ലോകത്തിലെ എല്ലാ ധനവാന്മാരും എല്ലാ സംവിധാനങ്ങളും ദൈവത്തെ നിഷേധിച്ച് സുവിശേഷത്തിന് വിരുദ്ധമായി സുവിശേഷത്തെ നിരാകരിച്ച് ജീവിക്കുന്ന എല്ലാ സംവിധാനങ്ങളും വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിധി ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ, വിധി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിങ്ങോട്ട് വരാനിരിക്കുന്നില്ല, ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പെടരുത്. ഇതിനകത്ത് പെടാതിരിക്കാൻ വേണ്ടി നിന്റെ സമ്പത്ത് സ്വർഗത്തിൽ നീ സമ്പാദ്യം നേടേണ്ട സമയമാണ്. ഇതെല്ലാം കത്തിക്കരിഞ്ഞു. എന്തോരം പേരാണ് കരയുന്നത്? 300 കോടി 800 കോടിയുടെ മാൻഷൻസ് ഒക്കെയാണ് കത്തിപ്പോവുക. എന്നിട്ടിങ്ങനെ വിലപിക്കുകയാണ്. വലിയ കോടീശ്വരന്മാരൊക്കെ വിലപിക്കുകയാണ്, ഹോളിവുഡിലുള്ളവരും. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് കർത്താവ് വളരെ കൃത്യമാണ്. എന്താണ്? സമ്പത്ത് തരും, ദൈവം സമ്പത്ത് തരും. എപ്പോഴാണ്? നിനക്ക് സൽപ്രവർത്തികൾ സമ്പന്നരാകണം. നമ്മുടെ സമ്പത്ത് എവിടെയാണ് ഉണ്ടാകേണ്ടത്? നമ്മൾ ഈ നോട്ടുകെട്ട് സമ്പാദിക്കുന്നില്ല നമ്മൾ സമ്പന്നർ. നമ്മളുടെയൊക്കെ സമ്പത്ത് ഉണ്ടാകേണ്ട രീതി വേറെ സ്ഥലങ്ങളില്ല. എവിടെയാണ്? 3 കാര്യങ്ങളിലാണ് നിങ്ങൾ സമ്പന്നരായിരിക്കേണ്ടത്. എന്താണ്? സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളായിരിക്കുകയും വേണം. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ. ഇതാണ് യഥാർത്ഥ ജീവിതം. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. മനുഷ്യൻ, യു ആർ ക്രിയേറ്റഡ് ഫോർ ഇറ്റേണിറ്റി. അപ്പോൾ അനശ്വരമായ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ഈ അനശ്വരമായ ലോകം എന്ന് പറയുമ്പോൾ നിത്യമല്ലാത്ത ഒന്നിനും നിത്യജീവികളായ നമ്മുടെ ശ്രദ്ധയെ സ്വാധീനിക്കാൻ അർഹതയില്ലെന്ന് നാം ഓർക്കണം. എന്താണ്? നമ്മൾ നിത്യജീവിതത്തിന് വേണ്ടി നിത്യജീവികളാണ്. വി ആർ ഇറ്റേണൽ ബീയിങ്സ്. ഓക്കെ, നമ്മൾ ആത്മീയ മനുഷ്യരാണ്. ഈ ആത്മാവിന് മരണമില്ല. ഈ ആത്മാവിന് ഒരിക്കലൊരു ജീവിതം, അത് കഴിഞ്ഞാൽ മരണം, പിന്നെ അവനൊന്നുകിൽ നിത്യതയിൽ അല്ലെങ്കിൽ നിത്യനാശത്തിൽ. എന്തായാലും ഒരു ഇറ്റേണൽ ഒരു ലൈഫുണ്ട്, ഈദർ വിത്ത് ഗോഡ് ഓർ വിത്ത് സൈറ്റൻ. അപ്പം ഈ നിത്യജീവികളായ നമ്മള് നിത്യതമല്ലാത്ത ഒന്നിനും നമ്മളുടെ ശ്രദ്ധ പോകരുത്. പ്രത്യേകിച്ച് ഇത്രയും നാളൊക്കെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ മണ്ടത്തര കളിച്ച് നടന്നു. പക്ഷേ ഇന്ന് നീ തിരിച്ചറിയുക, ലോകത്തിൻ്റെ മേല് വിധി ആരംഭിച്ചിട്ടുണ്ട്. ഇത് വരാൻ പോവാണ്. ഇത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചുറ്റുപാടും കാണുന്ന ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന യുദ്ധങ്ങൾ, കലഹങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പങ്ങൾ, ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇനി അടുത്തൊരു സാധനം വരാൻ പോകുന്നുണ്ട്. അടുത്തൊരു പാൻഡമിക്. ഇറ്റ് ഈസ് നോട്ട് പാൻഡമിക്, ഇറ്റ് ഈസ് കോൾഡ് പ്ലാൻഡമിക് ആണ്. ഓക്കെ, അടുത്ത ഒരു വൈറസ് വരാൻ പോവുകയാണ്. ഓൾറെഡി ചെറിയ ഡോസൊക്കെ അതിലേക്ക് തുടങ്ങി വരുന്നുണ്ട്.
അപ്പൊ ഇതെല്ലാം വരുമ്പോഴത്തേക്കും കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നീ എവിടെയാണ് സമ്പന്നനാകേണ്ടത്? നീ സൽപ്രവർത്തികൾ. എന്താണ് സൽപ്രവർത്തി? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ലോകം കാണിക്കുന്ന ഒരു സാധനവും സൽപ്രവർത്തിയിൽ വരത്തില്ല. സൽപ്രവർത്തി എന്നുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവിക മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന പ്രവൃത്തികളാണ് സൽപ്രവർത്തി. ഓക്കെ, ദൈവിക മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉപകരിക്കുന്ന പ്രവൃത്തി. ഈ പ്രവൃത്തികളിൽ നിങ്ങൾ സമ്പന്നരാവണം. 2, നിങ്ങൾ വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കും. നിങ്ങളുടെ സമ്പത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഔദാര്യത്തോടെ കൊടുക്കണം. ഇതിനാണ് കർത്താവ് സമ്പത്ത്. ഉദാരമതികളാണ്. കാരണം എന്താ? നിന്റെ അപ്പൻ ഔദാര്യമുള്ളതാണ്. ഞാൻ പറയാറുണ്ട്, മേരാ ബാപ്പ് ബഹുത് ബഡാ ആദ്മി ഹൈ. അപ്പം അതുകൊണ്ട് നിന്റെ അപ്പൻ വലിയവനാണ്. നിന്റെ അപ്പൻ വലിയവനാണെന്ന് എങ്ങനെ അറിയാം? വാക്കിൽ പറഞ്ഞിട്ടല്ല, നീ വീട് വാങ്ങി പണിതതിൻ്റെ വീടിൻ്റെ വലിപ്പം കണ്ടിട്ടല്ല, നിന്റെ ബാങ്കിലെ ഡെപ്പോസിറ്റ് കണ്ടിട്ടല്ല, നിന്റെ ജോലിയുടെ ഇത് കണ്ടിട്ടല്ല, നീ കൊടുക്കണത് കണ്ടിട്ടാണ്. നീ വാരി വിതറണം, നീ വാരി വിതറണം. അങ്ങനെ നിനക്കുള്ളതും കൂടി കൊടുക്കണം. നമ്മൾ കണ്ടില്ലേ, വാരി വിതർന്ന ഒരു 2 ചെമ്പ് നാണിട്ട് ഒരു പെൺകുട്ടീനെ കണ്ടില്ലേ? അപ്പൻ ഏറ്റു പറഞ്ഞിട്ട്, ഇവളെൻ്റെ മകളാണ്. ലോകത്തെവിടെ സുവിശേഷം പ്രസംഗിച്ചാലും ഇവളിട്ട ഈ കാര്യം പ്രസംഗിക്കും. കാരണം ഗോഡ്സ് ചൈൽഡ്, ദൈവത്തിൻ്റെ മകളാണ്. എന്താണ്? ഉദാരമതിയാണ് അവൾ. അവൾക്കുണ്ടായിരുന്നത് മുഴുവനും കൊടുക്കുകയാണ്. ഇങ്ങനെ ഉദാരമതികളാണ്. കാരണം എന്താണ്? എൻ്റെ സമ്പത്ത് ദൈവമാണ്, എനിക്ക് വേണ്ട ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും എന്ന് വെച്ച് നമ്മൾ വെറുതെ മണ്ടന്മാരായിട്ട് ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നാളെ എന്ത് ചെയ്യുന്ന ഒന്നുമില്ലാതെ നടക്കുന്നില്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണം. നാളത്തെക്കുറിച്ചൊക്കെ നമ്മൾ കരുതലുണ്ടായിരിക്കണം, അത്യാവശ്യതൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ കരുതലിൽ നാളെ ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് നാളെ ഒരു ജോലി, അല്ലെങ്കിൽ നാളെ എനിക്കൊരു വീട് പണിയാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ നാളെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കല്യാണം നടക്കാൻ പോവാണ്, അടുത്ത ഒരു 6 മാസം നടക്കാൻ പോവാണ്. ഈ 6 മാസം നടക്കാൻ പോകുമ്പോഴും ഞാൻ അതിനു വേണ്ടി പണം, ഇതിനു വേണ്ട കാര്യങ്ങൾ ഒരുക്കി വെക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ അത്യാവശ്യമുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഹാർട്ട് സർജറി ഉണ്ട്, അത് നടക്കണമെന്നുണ്ടെങ്കിൽ 2-3 ലക്ഷം രൂപ കിട്ടിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മരിച്ചു. ഞാൻ പല സ്ഥലത്ത് പോയി നോക്കി, ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് എടുക്കണം, ഇവൻ്റെ ആവശ്യത്തിനുള്ള 3 ലക്ഷം കൊടുക്കാനുള്ള ഫ്രീഡം ഉണ്ടാവണം. മനസ്സിലായി? അല്ലാതെ നമുക്ക് സേവിങ്സ് വേണ്ടെന്നോ നമ്മൾ നാളെക്കുറിച്ചൊന്നും കരുതൽ വെക്കണ്ട എന്നുള്ളത്. ഇതെല്ലാം ഒരു ഇതിലൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് അത്യാവശ്യങ്ങൾ കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ആവശ്യം വേണം. ഒരു 20 അതിലേക്ക് ഞാൻ പറയുക, ഒരു 20% ഒക്കെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ വരുമാനത്തിൻ്റെ 20% നമ്മൾ സേവിങ്സിൽ വെക്കണം. ഓക്കെ, എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചിട്ട് ഇത് ബാങ്കിലിടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയല്ല, 10 കൊല്ലത്തേക്കുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയല്ല. അതവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അത് ആരും തൊടാൻ പറ്റില്ല എന്നുള്ളതല്ല. സേവിങ്സ് എനിക്കുണ്ട്, ഞാൻ ചില കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ ചിലവുകളൊക്കെ ചുരുക്കി, എൻ്റെ വരുമാനത്തിൽ നിന്ന് ചിലവ് ചുരുക്കിയിട്ടാണ് നമ്മൾ സേവിങ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇന്ന് പലർക്കും സേവിങ്സ് ഇല്ല. എന്താ കാര്യം? വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്. പിന്നെ എങ്ങനെ സേവിങ്സ് ഉണ്ടാകുന്നത്? അപ്പോൾ സേവിങ്സ് ഉണ്ടാകണമെങ്കിൽ നിന്നെ ചിലവ് ചുരുക്കണം. ചിലവ് ചുരുക്കി നീ കുട്ടി വെക്കുകയാണ്, സമ്പാദിച്ചു വെക്കുക, കാത്തു വെക്കുക. എന്തിനാണ്? സൽപ്രവർത്തികൾ ചെയ്യാൻ, എൻ്റെ അപ്പനെ പോലെ ഉദാരമതിയാകാൻ വേണ്ടി ഞാൻ കരുതി വെക്കണം. ദാറ്റ് ഈസ് ഓൺലി പർപ്പസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുവൻ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നീ അടുത്ത കൊടുത്തേക്കാണ്. അപ്പോൾ എന്ത് പറയും? മൈ ഗോഡ് വിൽ പ്രൊവൈഡ് എന്ന് പറയാനുള്ള വിശ്വാസം നിനക്ക് വേണം. ഇങ്ങനെ ഈ വിശ്വാസം കാണുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുക. അല്ലാതെ ഇതിനെ പൂജിച്ച് വെച്ചിട്ട് ദൈവമേ അനുഗ്രഹിക്കണം നിനക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ നീ ആ വസ്തുവിൻ്റെ സമ്പത്തിൻ്റെ അടിമയാണ്. അപ്പോൾ ഈ മേഖലകളിലാണ് നമ്മൾ ധനവാന്മാർ. അല്ലാണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ ധനവാന്മാരെ പോലെ ഔദത്യം ഉണ്ടാകരുത്. ഈ ലോകത്തിലെ ധനവാന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ വലിയ ധനവാന്മാരുടെ ക്വാളിറ്റി ഉണ്ട്. അവർ ഇതുപോലെ ഔദാര്യമതികളുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്ക് സക്കർബർഗ്, അദ്ദേഹത്തിൻ്റെ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ 99% അദ്ദേഹം ചാരിറ്റിക്ക് മാറ്റി വെച്ചത്. 99%. അപ്പോഴാണ് നമ്മൾ 10% കൊടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഈസ് ദ സെയിം. ഓക്കെ, വെദർ യു ആർ എ ബിലീവർ ഓർ എ നോൺ ബിലീവർ, നിനക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം. നിന്റെ പ്രിൻസിപ്പിൾ സെയിം ആണ്. നീ ഉദാരമതിയാകണം. ഈ ഉദാരമതിയാകാനുള്ള വിശ്വാസം നിനക്കില്ല. അതിനുള്ള ആ കെട്ടുകിടക്കുന്നവനാണ് നീ. കാരണം നിനക്ക് ഭയമാണ്. കാരണം നിനക്ക് ദൈവസ്നേഹത്തിൽ നിറഞ്ഞിട്ടില്ല. ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ? ദൈവം കാരുണ്യവാനാണ്. ഈ കരുണയുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഔദാര്യത്തോടെ കൊടുക്കണം. എല്ലാ കാര്യങ്ങളില്ലാത്തും ഇന്ന് എന്നെയൊക്കെ ശ്രവിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ദൈവകൃപയില്ല, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവകൃപയില്ല, ഇതുണ്ടാകണമെങ്കിൽ നമ്മൾ വാരി വിതറണം, നമ്മൾ വലിച്ചെറിയണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവിക മഹത്വത്തിന് വേണ്ടി അവരെൻ്റെ അത്യാവശ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുന്നതിൻ്റെ പേരാണ് ദൈവസ്നേഹം. അപ്പോൾ ഇതിൽ നമ്മൾ വളരണം. ഈ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ അവൻ ഉദാരമതിയായിരിക്കും. ഇങ്ങനെ ഔദാര്യത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലും സൽപ്രവൃത്തി ചെയ്യുന്നതിലുമാണ് നമ്മൾ സമ്പന്നരാകേണ്ടത്. നമ്മുടെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് ലോകം കാണുന്ന സമ്പത്തല്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിത് കൊടുക്കുന്നതിലാണ് നമ്മൾ സമ്പന്നനാണ്. കാരണം നമ്മുടെ ദൈവം അങ്ങനെയാണ്. നമ്മുടെ ദൈവം വളരെ ഉദാരമതിയാണ്. പുറപ്പാട് പുസ്തകം 34:6 പറയുന്നില്ലേ, അവൻ കാരുണ്യവാനും കൃപാലുവായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. അത്യുദാരൻ. ഈ അപ്പൻ്റെ മക്കളായി നമ്മൾ ജീവിക്കണം. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കിയേ, കത്തോലിക്ക സഭയൊന്ന് ജീവിച്ചു നോക്കിയേ, ഈ ലോകം മുഴുവൻ മാനസാന്തരപ്പെട്ടിരിക്കും. നമ്മളിതും പിടിച്ചിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ ആൾക്കാർ ഈ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ പ്രസ്ഥാനങ്ങൾ കൂട്ടി കൊണ്ടിരുന്നിട്ട് നമ്മുടെ പ്രസ്ഥാനങ്ങൾ പഠിക്കുന്ന പിള്ളേർ, നമ്മുടെ ആശുപത്രികൾ രോഗത്തിന് വരുന്ന ആരെങ്കിലും യേശുവിനെ അറിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷപ്പെടുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ നാളെ വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മളും കുറേ ചാരിറ്റി കൊടുക്കുന്നുണ്ട്. എന്ത് ചാരിറ്റി? നമ്മൾ ചാരിറ്റി കൊടുത്തിട്ട് സഭ വളരുന്നുണ്ടോ? സഭയിൽ ആത്മാവിന് വരുന്നുണ്ട്. ഇതുകൊണ്ട് ഏതെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ട്? ഇവരെല്ലാം നമുക്കെതിരെ വടിയായിട്ട് നടക്കുകയല്ലേ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചാരിറ്റി ഈസ് നോട്ട് കറക്റ്റ്. കാരണം നമ്മുടെ ചാരിറ്റി ആത്മരക്ഷയുമായിട്ട് കണക്റ്റഡ് അല്ല. നമ്മൾ ചാരിറ്റി നൽകണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരൻ്റെ ആത്മാവിൻ്റെ വില മനസ്സിലാക്കണം. സ്വർഗം ഒരു ആത്മാവിന് കൊടുക്കുന്ന വിലയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല. ഈ ലോകത്തിലെ സ്വർണവും വെള്ളിയും സമ്പത്ത് രത്നങ്ങളും കൂട്ടിവെച്ചാലും ഒരാത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഒരാത്മാവിൻ്റെ വില. അത്രയും മൂല്യമുള്ളതാണ് മനുഷ്യ ആത്മാവ്. കാരണം അത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ആത്മാവിൻ്റെ വില മനസ്സിലാക്കി വേണം നീ ചാരിറ്റി നടത്താൻ. അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചാരിറ്റി നടത്തുന്നത്. ഇവൻ്റെ ആത്മാവിനെ പരിഗണിക്കാതെ നീ നടത്തുന്ന ഒരു ചാരിറ്റബിൾ വർക്കും സ്വർഗത്തിൻ്റെ പുസ്തകത്തിൽ കയറില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ബിക്കംസ് എ വേസ്റ്റ്. അതുകൊണ്ട് നമ്മളൊന്നും ചാരിറ്റി കൊണ്ടൊന്നും ഈ ലോകത്തിനൊരു കുന്തം നടക്കുന്നില്ല. വെറുതെ നമ്മളിങ്ങനെ ലോകത്തിന് മേൽ പ്രഹസന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് ചാരിറ്റിയുടെ ഉദ്ദേശം എന്നുള്ളത്. ഈ ചാരിറ്റി നടത്തണം നമ്മൾ. അതിന് ഏത് എക്സ്റ്റെൻഡ് വരെ പോകണമെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാവണം. എന്താണ്? കാരണം പറയാണ്, നിന്റെ ആത്മാവ് അത്രയ്ക്കും മൂല്യമുള്ളവനാണ് മകനെ. നമ്മുടെ ചുറ്റുപാടുള്ള വിജാതി ഇവരൊക്കെ ഈ സുവിശേഷം അറിയണം. ഈ രീതിയിൽ നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ വരുമ്പോഴാണ് അവർ ദൈവത്തെ അറിയണം. അങ്ങനെ ആത്മരക്ഷ നടക്കും. അപ്പം ഈ കാര്യത്തിൽ നമ്മൾ ഔദാര്യമുള്ളവരാണ്. ഇങ്ങനെ നമ്മൾ ഔദാര്യമുള്ള അപ്പോഴാണ് ക്രിസ്തീയ ചാരിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ വേൾഡിൻ്റെ ചാരിറ്റി എന്ന് വ്യത്യസ്തമാകുന്നതാണ്. അതുകൊണ്ട് വെറുതെ ആർക്കെങ്കിലും എൻ്റെ കുറേ വീട് വെച്ച് കൊടുത്ത്, കുറേ പണം കൊടുത്ത്, കുറേ പഴയ തുണി കൊടുത്ത്, കുറേ പഴയ ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ അധികം വന്ന് ഭക്ഷണം കൊടുക്കുന്ന ചാരിറ്റിയൊന്നുമല്ല. ഇതൊക്കെ കൊടുക്കുന്നതിനൊരു അർത്ഥമുണ്ട്. എന്താണ്? നിൻ്റെ ആത്മരക്ഷ. മകനെ, നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചതിൻ്റെ ഏക ഘടകം എന്താണ്? നിൻ്റെ ആത്മാവിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. യു ആർ സോ പ്രഷ്യസ് ടു ഗാഡ്. ഗാഡ് ലവ്സ് യു. കാരണം നിനക്ക് ഇവിടെ കുറച്ച് ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെന്ന് ശരിയാണ്. പക്ഷേ ഈ ക്ലേശങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തൊരു രാജ്യത്തേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ടി നീ ഒരുക്കമുള്ളവനാകണം. അപ്പോൾ ഇന്നത്തെ നിൻ്റെ ക്ലേശത്തിൻ്റെ ദുരിതത്തിൻ്റെ കാരണങ്ങൾ നിനക്ക് എന്തെങ്കിലും പാപമോ പാപകരമായ നിൻ്റെ അവസ്ഥയുണ്ടെങ്കിൽ അത് മാറ്റണം മകനെ. അതിനുള്ള വഴിയാണ് കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കണം. അപ്പോൾ അവൻ പറയണം, ചേട്ടാ അതൊക്കെ ഞാൻ റെഡിയാണ്, പക്ഷേ എനിക്ക് ജീവിക്കാൻ വീടില്ല. ശരി, നിനക്ക് വീട് വെക്കാൻ ഞാൻ സഹായിക്കാം, നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ സഹായിക്കാം. അവിടെയാണ് ചാരിറ്റിയുടെ പർപ്പസ്. അതില്ലാത്ത ചാരിറ്റി ഈസ് വേസ്റ്റ്, ഈസ് യൂസ്ലെസ്. അപ്പം അതുകൊണ്ട് ഈ മേഖലകളിൽ നമ്മൾ ഔദാര്യമുള്ളവരാകും. ഇതാണ് സമ്പത്ത് വന്നിരിക്കുന്നത്. സൽപ്രവർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യമുള്ളൂ, ദൈവമഹത്തിനും ആത്മരക്ഷയ്ക്കുമുള്ള പ്രവർത്തികൾ മാത്രമേ സൽപ്രവർത്തികളുള്ളൂ.
ലോകത്തിൽ സൽപ്രവർത്തി എന്ന് കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ സഭേനേക്കാളൊക്കെ ലോകത്തിൻ്റെ കോർപ്പറേറ്റ് വേൾഡുകൾ ഈ സൽപ്രവർത്തിയിൽ കയറിക്കൊണ്ട്. കാരണം നമ്മൾ ഈ സൽപ്രവർത്തി ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ഈ ലോകം പറയുന്ന ചാരിറ്റി നടത്തി, കോർപ്പറേറ്റ് വേൾഡ് പറയുന്ന ചാരിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ലോകത്തിലെ എല്ലാ കോർപ്പറേറ്റ് വേൾഡിലും ഒരു ഫണ്ട് ഉണ്ട്, CSR എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ഈ ഫണ്ടിൻ്റെ ഒരു അംശം ചാരിറ്റിക്ക് കൊടുക്കണം. എന്തിനാണ്? ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളങ്ങനെ CSR കൊടുക്കേണ്ടവരല്ല. നമുക്ക് പകുതി എൻ്റെ സഹോദരന്മാർ കൊടുക്കാൻ പോവാണ്. അപ്പോഴാണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത് ഈ ദൈവരാജ്യം എന്താണ്, ഈ ലോകരാജ്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന അവിടെയാണ്. ഈ വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ നീതി ഫരിസേയരുടെ നീതിയെ അതിശയിപ്പിക്കുന്നതായിരിക്കണം. നമ്മളുടെ ചാരിറ്റബിൾ വർക്ക് ഈ ലോകത്തിലുള്ള ഈ കോർപ്പറേറ്റ് വേൾഡ് കൊടുക്കുന്ന ചാരിറ്റബിൾ വർക്കിനെ അതിശയിപ്പിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് വേസ്റ്റ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരണം പ്രിയമുള്ളവർ. ഈ സമ്പത്തിനോട് നമ്മൾ കാഴ്ചപ്പാട് മാറുന്നത് സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മനസ്സിലാവും. അപ്പം ഈ രീതിയിൽ നമ്മൾ ഉദാരമതിയിലാകാൻ വേണ്ടി തമ്പുരാൻ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. എല്ലാം ഉടമൻ അവൻ തന്നെയാണ്, അവൻ നമുക്ക് തരും. പക്ഷേ നിനക്ക് തന്നൊരു കുഴപ്പം എന്താ അറിയോ? നീ കൊണ്ട് ഡെപ്പോസിറ്റ് ഇടും. ആർക്ക് വേണ്ടി? നിന്റെ മൂന്നാമത്തെ തലമുറ കൊച്ചുമകന് വേണ്ടിയിട്ട് നീ ഡെപ്പോസിറ്റ് ഇടും. അതുകൊണ്ടാണ് നിനക്കത് തരാത്തത്. അതുകൊണ്ട് ഈ ഡെപ്പോസിറ്റ് പരിപാടിയൊക്കെ അത് മാറ്റി വെച്ച് നമ്മുടെ മക്കളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് വളരട്ടെ. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അല്ലാണ്ട് 3-4 തലമുറയ്ക്ക് വേണ്ട കുഴിച്ചിടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ വചനം നമ്മൾ പറയാം. ലൂക്കാ സുവിശേഷം 12:32 പറയുകയാണ്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയം. ഈ ലോകത്തിൽ നിന്റെ ഹൃദയം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് യേശുവിൻ്റെ പുറകെ നടക്കുന്ന സോക്കോൾഡ് പ്രാർത്ഥന, ഉപവാസം, പ്രാർത്ഥന കൂട്ടായ്മ, ധ്യാനങ്ങൾ, ഇതെല്ലാം എന്തിനു വേണ്ടി? നമ്മുടെ ഉടമ്പടിക്കാർക്കിട്ടൊക്കെ വരുന്നുള്ളൂ അല്ലേ? എന്തിനാണ് ഉടമ്പടി? നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ ഈ ലോകത്തിലെ സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണോ യേശു ക്രിസ്തു ഉടമ്പടി ഉണ്ടാക്കിയത്? നോ, ഇറ്റ് ഈസ് ഫോർ ഇറ്റേണൽ ലൈഫ്. ഈ ലോകത്തിലെ ചില സാധനങ്ങൾ ദൈവം തന്നെയാണ് നിന്നെ എടുത്തോളൂ. കാരണം നിനക്ക് ഇതിനോട് അമിതമായ ആസക്തിയാണ്. നീ ഇതിനെ സേവിക്കുന്നവനാണ്, നീ ഇതിന് ശുശ്രൂഷ ചെയ്യുന്നവനാണ്. ഈ ശുശ്രൂഷ ചെയ്യുന്ന നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്പരാൻ തന്നെയാണ് ഈ സാധനം എടുത്ത് മാറ്റിയിരിക്കേണ്ടത്. എന്നിട്ട് അത് കിട്ടാൻ വേണ്ടി നീ പുതിയ ഉടമ്പടിയായിട്ട് വരികയാണ്. ഏത് ഉടമ്പടി? ഇത് ദൈവം ഒളിച്ച് കളഞ്ഞതാണ്. അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയ രീതിയിൽ അതിനനുസരിച്ച് നിന്റെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തണം. സ്റ്റെപ്പ് ഡൗൺ, സ്കെയിൽ ഡൗൺ യുവർ ലൈഫ് സ്റ്റൈൽ. അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. പട്ടിണി ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, കുറച്ചാൾ അങ്ങനെ ജീവിക്കണം. എന്തിനാണ്? എൻ്റെ ആത്മരക്ഷ. ഈ ആത്മരക്ഷ നേടാനുള്ള കാര്യത്തെ ഉറപ്പാക്കണം. ഞാൻ മാത്രം പോരാ, എൻ്റെ കൂടെയുള്ള എൻ്റെ മക്കളെല്ലാം ഈ ആത്മരക്ഷയിലേക്ക് വരണം. അതിന് കുറച്ച് നാൾ ചിലപ്പോൾ 1-2 വർഷം ചിലപ്പോൾ ദാരിദ്ര്യത്തിൽ പോകേണ്ടി വരും. അങ്ങനെ പോയി വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനോടുള്ള ആസക്തി നമ്മൾ മോചിക്കപ്പെടും. ദെൻ ഈ സമ്പത്തെടുത്ത് മാറ്റിയ ദൈവം തന്നെ നിനക്ക് അത് തിരിച്ചു തരും. നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ കണ്ടിട്ടുള്ളത്. ജോബിൻ്റെ സമ്പത്ത് ആരാണ്? വചനം പറയുന്നത് സാത്താൻ എടുത്തു മാറ്റുക. സാത്താൻ അധികാരം കൊടുക്കുന്നവരാണ്, ദൈവമാണ് അനുവദിക്കുന്നത്. ആ ദൈവം അനുവദിച്ച് സാത്താൻ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ആ എടുത്ത സമ്പത്ത് ജോബ് ഉറപ്പാക്കി. എന്താണ്? ജോബ് സമ്പത്തിനല്ല സേവിക്കുന്നത്. ജോബ് ഉടനെ ഉടമ്പടി ഉണ്ടാക്കാനൊന്നും പോയില്ല, ജോബ് ഉടനെ പ്രാർത്ഥിക്കാൻ പോയില്ല. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. യെസ്, ഇവൻ എന്നിൽ എടുത്തു വന്നവൻ എനിക്ക് ന്യായം നടത്തി തരുന്നെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും അവൻ എൻ്റെ ചർമ്മം അഴുകിയാലും എൻ്റെ ചർമ്മത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തിനെ കാണും. അല്ലെ, എനിക്ക് ഉയർപ്പുണ്ട്, ഇതിൽ നിന്ന് എനിക്ക് മോചനമുണ്ട്. അതിന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നിരുന്ന ജോബ് ആ കഷ്ടതകളും വേദനകളും ദുരിതങ്ങളെല്ലാം സഹിച്ച് നടന്നുപോയി. അങ്ങനെ സഹിച്ച് നടന്നുപോയ അവൻ്റെ ജീവിതത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ കർത്താവ് അവന് നഷ്ടപ്പെട്ടതിൻ്റെ ഇരത്തി തിരിച്ചു കൊടുത്തു. ഓക്കെ, അതിനുവേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിന്നിങ്ങനെ പുതിയ പരിപാടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തിനാണ് പോയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥന? എവിടെയാ ബൈബിളിൽ സ്പെഷ്യൽ പ്രാർത്ഥന ഉള്ളത്? നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചിട്ട് ഒരു സ്പെഷ്യൽ പ്രാർത്ഥന കാണിച്ചു തരാമോ? നോ, ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. ഓക്കെ, ഇങ്ങനത്തെ സ്പെഷ്യൽ പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കുന്ന പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ അനുതപിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരണം. അനുതാപം, വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് വരണം. ഇന്നും നമുക്ക് ഇതൊന്നും ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മൾ അതിനെടുത്ത് മാറ്റുന്നത്. എന്നിട്ട് നമ്മൾ പുതിയ പ്രാർത്ഥന കൊണ്ടുവന്നിട്ട് ഇത് തിരിച്ച് കിട്ടാനുള്ള പരിപാടികൾ, ഈ പരിപാടിയൊക്കെ നിർത്തുന്ന സമയം കഴിയാണ്. വിധി നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുകയും
പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ. ഉടങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവിൻ. ഇനിയുള്ള കാലഘട്ടം സ്വർഗത്തിൽ സമ്പത്ത് സംഭരിക്കാനുള്ള സമയമാണ്. ഓക്കെ, അധ്വാനിക്കണം, ഔദാര്യത്തോടെ കൊടുക്കണം. അങ്ങനെ സ്വർഗത്തിൽ സമ്പത്ത് കൂട്ടണം. ഓക്കെ, സമയം കുറച്ച് നാളേ ഉള്ളൂ. ആ സമയത്തിൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ സമ്പത്ത് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടാനായിട്ട് പരിശ്രമിക്കുക. ആ വിധവ 2 ചെമ്പ് നാണയത്തെ കർത്താവാണ്. അവൾ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചു. ധനവാന്മാരിട്ടതിനെ കുറിച്ച് വചനം പറയാണ്, അവരവരുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. നിന്റെ സംഭാവനയായിട്ടാണോ പോണത്? നിന്റെ നിക്ഷേപമായിട്ടാണോ പോണത്? നിക്ഷേപിക്കണമെങ്കിൽ ഉള്ളത് കൊടുക്കണം. ഉള്ളത് കൊടുക്കുമ്പോഴേ നിക്ഷേപമാവുള്ളൂ. ദശാംശം കൊടുത്തൊന്നും സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവില്ല. ദശാംശം കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവില്ല. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ ഉള്ളത് കൊടുക്കാൻ തയ്യാറാണ്. ഇതിന് നിനക്ക് വിശ്വാസം വേണം. ഈ വിശ്വാസത്തിലേക്ക് വരിക, നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.